ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഒരു സാധനം ഇതിപ്പോ നമ്മൾ ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്കെച്ച് ടു റെൻഡർ എന്താ സ്കെച്ച് ടു റെൻഡർ. നമ്മുടെ എന്തെങ്കിലും സ്കെച്ചുകൾ ഉണ്ടെങ്കിൽ ആ സ്കെച്ചുകളെ നമ്മൾ റെൻഡർ ചെയ്യാവുന്ന രീതിയിലേക്ക് നമുക്ക് എത്തിക്കുക എന്നുള്ളതാണ് അർത്ഥം. ഇതിനകത്ത് ഇന്റീരിയർ ഉണ്ട്, എക്സ്റ്റീരിയർ ഉണ്ട്, ഗാർഡനിങ് ഉണ്ട്. ഓക്കെ, എല്ലാവരും ടൈപ്പ് ചെയ്യോ? നിങ്ങൾക്ക് ഏത് സ്കെച്ചാണ് വേണ്ടത്? ഇന്റീരിയറിലാണോ എക്സ്റ്റീരിയറിലാണോ ഗാർഡൻ ആണോ വേണ്ടത്? ജസ്റ്റ് എല്ലാവരും ടൈപ്പ് ചെയ്തു. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏതാ വേണ്ടത് നോക്കാമല്ലോ. ഇന്റീരിയർ, എക്സ്റ്റീരിയർ, ഗാർഡൻ ടൈപ്പ് ചെയ്തു. നമ്മൾ ചെയ്യാൻ പോണത് ഹാൻഡ് സ്കെച്ച് ആയിട്ടുള്ളതിനെ നമ്മൾ ഇതിനെ റെൻഡർ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എക്സ്റ്റീരിയർ, എക്സ്റ്റീരിയർ, മിസ്റ്റർ റഷീദ്, എക്സ്റ്റീരിയർ, ഇന്റീരിയർ, ഇന്റീരിയർ എല്ലാവരും ടൈപ്പ് ചെയ്തോ കേട്ടോ. പോസ്റ്റ് വേണം, നിങ്ങൾ എവരി വൺ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഇന്റീരിയർ, ഇന്റീരിയർ, എക്സ്റ്റീരിയർ, എക്സ്റ്റീരിയർ. ഓക്കെ, ഇന്റീരിയർ എക്സ്റ്റീരിയറും മാറി മാറി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ആദ്യം ഇന്റീരിയർ ചെയ്യാം, എന്നിട്ട് നമുക്ക് എക്സ്റ്റീരിയറും ചെയ്യാം. ഡൺ. ശരി, അപ്പൊ ഇന്റീരിയറിന്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ്, എന്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ ഇന്റീരിയറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, റൂം ടൈപ്പ് കഴിഞ്ഞാൽ വ്യൂകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലിവിങ്, ബെഡ്റൂം, ബാത്റൂം, കിച്ചണ്, ഡൈനിങ്, സ്റ്റഡി റൂം, ഓഫീസ് റൂം, അങ്ങനെ ഇഷ്ടംപോലെ റൂമുകളുണ്ട്. അപ്പൊ നമുക്ക് ഏത് റൂമാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളിപ്പം ഈ ഹോം തിയേറ്റർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഹോം തിയേറ്ററിലുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഏത് രീതിയിലുള്ള ആൾക്കാരാണെങ്കിലും അതിനനുസരിച്ചുള്ള പല പല സാധനങ്ങളാണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് ഒരു റൂം കാര്യങ്ങളോ അല്ല, പല പല റൂമും കാറ്റഗറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലിവിങ്, ബെഡ്റൂം, കിച്ചൺ, ഡൈനിങ് അല്ലെ? ഓക്കെ, ഈ നാലെണ്ണമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ നാലെണ്ണത്തിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? ലിവിങ്, ബെഡ്റൂം, കിച്ചണ്, ഡൈനിങ്, ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത്? ടൈപ്പ് ചെയ്യോ? ഏതാണ് ടൈപ്പ് ചെയ്തോ? ഈ ബെഡ്റൂം, കിച്ചണ് അല്ലാതെ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ട്രൈ ചെയ്യാം. ലിവിങ്, കിച്ചൺ എല്ലാവരും ടൈപ്പ് ചെയ്തോ? എല്ലാവരും ടൈപ്പ് ചെയ്തോ? കിച്ചണ്, കിച്ചണ്. ഓക്കെ, ശരി. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ കിച്ചണാന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ ഞാൻ എൻ്റെ ഇപ്പുറത്ത് ഞാനിവിടെ ഒരു ഇമേജ് നമുക്ക് എടുക്കാം. ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലെ? ഹാൻഡ് സ്കെച്ച് ഓഫ് കിച്ചൺ ഡ്രോയിങ് കൊടുക്കാം. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പൊ ഞാനിവിടെ നമ്പർ ഇടുവാണെങ്കിൽ 1, 2, 3, 4, 5 ഇതിൽ ഏതാ വേണ്ടേ? ചുമ്മാ ജസ്റ്റ് നമ്പർ ഇട്ടാണ് 1, 2, 3, 4, 5 ഏതെങ്കിലും പറഞ്ഞാൽ നമുക്ക് റെൻഡർ ചെയ്യാം. ഇതാണ് ടൈപ്പ് ചെയ്തോ. 1, 2, 3, 4, 5 5, 4, 5, 1, 4 എല്ലാവരും 3, 3, 3, 4. ഈ ക്ലാസ്സിന്റെ സമയത്ത് നമുക്ക് മെസ്സേജ് അയച്ചാലോ കാര്യങ്ങളോ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. 4. യെസ്, എല്ലാവരും 3. ഏറ്റവും കൂടുതൽ 3 ആവണമെന്ന് നോക്കണം അല്ലേ? ഓക്കെ, നമുക്ക് 3 തന്നെ കൊടുക്കാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് 3ന്റെ പടം എടുത്തു. ഇത് ഞാൻ ഇവിടെ പോയിട്ട് ആ മൂന്നാമത്തെ പടം ഞാനൊന്ന് ഇമേജ് ഡൗൺലോഡ് ചെയ്തു. ഇവിടെ ഡെസ്ക് കിച്ചൺ ഡെമോ. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ കിച്ചൺ കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇവിടെ പോയിട്ട് ആ നമ്മളിപ്പോ എടുത്ത ഡൗൺലോഡ് ചെയ്ത പടം ഞാൻ അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ കണ്ടോ? അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോ റെസൊല്യൂഷൻ ആയിരുന്നു, അതിന് ഹൈ റെസൊല്യൂഷൻ ആകണം. അതിന് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നേരെ ക്യാൻവ എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. ക്യാൻവ എന്ന് പറഞ്ഞ ടൂൾ വളരെ സിമ്പിൾ ആണ്, നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ആ ക്യാൻവയിൽ പോയിട്ട് ജസ്റ്റ് ഒരു പ്രസന്റേഷനോ ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്യുക. അപ്പൊ നേരെ ഇവിടെ പോയിട്ട് നമ്മൾ നേരത്തെ ആ എടുത്ത സാധനം നേരെ കോപ്പി പേസ്റ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഞാൻ ഈ കാണിക്കുന്നത് എവിടെയെങ്കിലും നിങ്ങൾക്ക് മിസ്സിംഗ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. എന്റെ വീഡിയോ ഓഫ് ചെയ്യണോ? ഇത് ഇവിടെ പോയിട്ട് ജസ്റ്റ് ഇവിടെ കൊടുത്തു. ഞാനപ്പോൾ ഇതങ്ങ് കളഞ്ഞു. ഓക്കെ, ഇത് കാണുന്നുണ്ടല്ലോ. എന്നിട്ട് ഞാൻ ഇവിടെ പോയിട്ട് ഷെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഡൗൺലോഡ്, ഈ ഡൗൺലോഡ് ആയിട്ട് പോയിട്ട് ഞാൻ ഇവിടെ പോയിട്ട് PNG ആയിട്ടോ JPEG ആയിട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇത് ഇത്രയും ക്ലിയർ ആണോ? ഞാൻ ഇത്രയും ചെയ്ത് ക്ലിയർ ആണോ? ക്യാൻവ ഫ്രീ ആണ് ഇപ്പൊ കേട്ടോ. ഇത് കണ്ടോ, ഇത് ഫ്രീ വെർഷൻ ആണ് ഇപ്പൊ ചെയ്തേക്കണേ. പെയ്ഡ് വെർഷൻ, ഫ്രീ വെർഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇത്രയും ചെയ്ത് ക്ലിയർ ആണോ എല്ലാവരും? യെസ്, ക്ലിയർ ആണ്. ക്ലിയർ ടൈപ്പ് ചെയ്തോ. എന്നിട്ട് ഞാൻ നേരെ ഇവിടെ പോയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. അപ്പൊ ഇതുണ്ട്, അത് അപ്ലോഡ് ആയി. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ ഇത് ഇന്റീരിയർ ആണോ എക്സ്റ്റീരിയർ ആണോ ഗാർഡൻ ആണോ എന്നുള്ളത്. ഇത് ഇന്റീരിയർ ആണ്. ഇവിടെ നമ്മുടെ റൂം ടൈപ്പ് ഏതാ? ലിവിംഗ് ആണോ, ബെഡ്റൂം ആണോ, ബാത്റൂം ആണോ, കിച്ചൺ ആണോ? അപ്പൊ നമ്മൾ കിച്ചൺ ടൈപ്പ് ചെയ്തു. ഓക്കെ, അത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഏത് ടൈപ്പാണ് നമുക്കുള്ളത്? ഇതിനകത്ത് ഏത് ടൈപ്പാണ് നമുക്ക് വേണ്ടേ? ടൈപ്പ് ചെയ്തോ. ഏത് വേണം? മോഡേൺ, കണ്ടംപററി, ഏത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ഒരു ഇമേജ് ടൈപ്പും ഇല്ലെന്ന് വെച്ചാൽ, ഒരു സ്റ്റൈലും ഇല്ലെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരുന്നത് നോക്കാം. അത് നിങ്ങൾക്ക് മാറ്റങ്ങൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. ഇതുണ്ടോ, ഇതിനകത്ത് AI ഇന്റർവെൻഷൻ നമുക്ക് എത്രത്തോളം വേണം, നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്ട്രീം ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത ഡിസൈനകത്ത് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കുറച്ചുകൂടെ ഇതായിട്ട് വരും. ഇതൊരു മീഡിയം ലെവൽ ആദ്യം ചെയ്താൽ മതി. എന്റെ മീഡിയം ലെവലിന്റെ അകത്ത് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രീമിലും കാര്യങ്ങളിലേക്ക് പോയാൽ മതി. എന്നിട്ട് ഞാനിവിടെ ജനറേറ്റ് ന്യൂഡിൽസ് എന്ന് കൊടുത്തു. 1 മിനിറ്റ് ആണ് അവർ പറഞ്ഞത്, മാക്സിമം 1 മിനിറ്റിനുള്ളിൽ റെൻഡർ ആവുമെന്ന് പറഞ്ഞത്. എന്നിട്ട് നമുക്കിവിടെ ഷോ നോക്കാം. അപ്സ്കെയിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ ഇമേജ് ക്വാളിറ്റി കൂട്ടണമെന്നുള്ളത്. ഇപ്പൊ തൽക്കാലം നമ്മൾ HD ഒന്നും ആക്കുന്നില്ല. നമുക്ക് ആദ്യം ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ കൊടുത്ത ഇമേജ് ഇതായിരുന്നു. ഇതുമായിട്ട് സാമ്യമുള്ള ഇമേജ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സാമ്യമുള്ള ഇമേജ് ആണോ വന്നേക്കണേ? എത്ര പെർസെന്റേജ് സാമ്യമുണ്ട്?
എത്ര പെർസെന്റേജ് സമയം ഉണ്ട് ഇത് നമ്മൾ കൊടുത്ത ഇമേജുമായിട്ട്? എത്ര സമയം എടുത്തു നമ്മൾ? എത്ര സമയം എടുത്തു? അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഈ റെൻഡർ കിട്ടി. ഇനിയിപ്പോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കളർ നമുക്ക് റെഡ് കളർ വേണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് വേറെ കളർ വേണമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാനിവിടെ കിച്ചൺ സ്റ്റൈൽ കേരള എന്ന് കൊടുത്തു. ജസ്റ്റ് ഇമേജ് എന്ന് കൊടുത്തു. ഇതിന്റെ അകത്ത് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്റ്റൈൽ പറയാമോ? 1, 2, 3 എല്ലാം ഒരേ കളറാണോ? 4 എല്ലാം പച്ച കളർ തന്നെയാണ്. ഇവിടെ ഇത് ഒരേ കളറാണ്. നമുക്ക് 5. ഓക്കെ, ഇതിനകത്ത് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്ത് എല്ലാവരും. 1, 3 എല്ലാവരും പെട്ടെന്നായിക്കോട്ടെ. 5, 3, 2, 5, 4, 5. ഓക്കെ, 5ആണ് കൂടുതലും വന്നേക്കണം. അപ്പൊ നമുക്ക് 5 എടുക്കാം. യെസ്, ഓക്കെ, ഇതാണ് 5 വന്നത്. അപ്പൊ ഞാനിവിടെ 5 എടുത്തു. 5 പോയിട്ട് ഞാനിവിടെ ജസ്റ്റ് ഞാനിതങ്ങ് ക്രോപ്പ് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ സേവ് ചെയ്തു കിച്ചൺ സാമ്പിൾ നമ്പർ. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ പോയിട്ട് എനിക്ക് പല ടൂളുകളുണ്ട്. അതിനകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ ട്രാൻസ്ഫർ എന്ന് പറയുന്ന സാധനമുണ്ട്. ഡിസൈൻ ട്രാൻസ്ഫർ. ഈ ഡിസൈൻ ട്രാൻസ്ഫറിൽ പോയിട്ട് ഞാൻ ഈ ഒരു സാധനം ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ എടുത്ത ഇമേജ് ഉണ്ടല്ലോ അതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ജനറേറ്റ് ഇമേജ്. ഇപ്പൊ കണ്ടോണേ, ഞാൻ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ? യെസ്, ക്ലിയർ ആകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? 1 മിനിറ്റ് ആണ് അവർ റെൻഡർ പറയുന്നത്. 1 മിനിറ്റിനുള്ളിൽ റെൻഡർ ആകുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ സൂം ആയതുകൊണ്ട് സൂമിന്റെ നെറ്റ് കൂടെ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ 1 മിനിറ്റ് താഴെ എടുക്കണം. 30 സെക്കൻഡ് ആണ് അവരുടെ സൈറ്റിന്റെ അകത്ത് പറയുന്നത്. എനിക്ക് 1 മിനിറ്റിനുള്ളിൽ കിട്ടാറുണ്ട്. അതിന് നമുക്ക് ഷോ ചെയ്യാം. എച്ച് അപ്സ്കെയിൽ ചെയ്യണമെങ്കിൽ അപ്സ്കെയിൽ ചെയ്യാം. ഇപ്പൊ ഞാൻ അപ്സ്കെയിൽ ചെയ്ത് സമയം പോകുന്ന നോക്കുന്നില്ല. ഇതുണ്ടോ നമ്മുടെ കളർ ഏതായിരുന്നു? നമ്മുടെ പച്ച കളർ ഈ കളറിലായിരുന്നു വന്നത്. ഈ കളറിനനുസരിച്ച് ഇപ്പുറത്ത് മാറി വന്നതുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇഷ്ടപ്പെട്ട ഒരു കളർ തീമിനനുസരിച്ച് ഇവിടെ മാറ്റങ്ങൾ വന്നുണ്ടോ? കണ്ടോ? ഇത് ഇപ്പൊ നേരത്തേനേക്കാളും കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് വന്നില്ലേ? വന്നോ? യെസ്. ഇനി നമുക്ക് ഇതിനെ നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇവിടെ പോയിട്ട് എഡിറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് ഇവിടെ റീഡിസൈൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് അതിനെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കി എടുക്കണം എന്ന് വിചാരിച്ചു. ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇത് കൊണ്ട് പോകാതെ ഇവിടെ കിച്ചൺ എടുക്കുക. കിച്ചൺ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇവിടെ ഈ സ്ട്രക്ചറിൽ അതേപോലെ തന്നെ വെക്കാൻ നോക്കണേ. എന്നിട്ട് ഇവിടെ ബ്യൂട്ടിഫുൾ കൊടുക്കുക. ഇവിടെ നമുക്ക് നോ സ്റ്റൈൽ നമ്മൾ നോ സ്റ്റൈൽ തന്നെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ജനറേറ്റ് ന്യൂ ഡിസൈൻ കൊടുക്കുക. ഇപ്പൊ ഇതിനൊന്നുകൂടെ ഒന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് പല രീതിയിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്കെച്ച് എവിടെയായിരുന്നു? നമ്മുടെ ആദ്യത്തെ സ്കെച്ച് ഏതായിരുന്നു? ആ സ്കെച്ചിനെ നമുക്ക് ഈ രീതിയിലേക്ക് ടൂളുകളിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇതിനർത്ഥം. നമുക്കൊരു ക്ലയന്റ് കിട്ടിക്കഴിഞ്ഞാൽ ക്ലയന്റ് മുമ്പിൽ വെച്ച് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നാണ് അതിന്റെ അർത്ഥം. ഇത് അപ്സ്കെയിൽ ചെയ്യാൻ വെച്ചാൽ അതിനെ HD യിലേക്ക് ആക്കണമെന്ന് ചോദിക്കണം കേട്ടോ. ഫോട്ടോ നമുക്ക് അപ്സ്കെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാനത് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ ഇതിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ രീതിയിലേക്ക് നമുക്ക് ക്വാളിറ്റി ബേസിലേക്ക് നമുക്ക് എത്താനായിട്ട് നമുക്ക് ഇതുവഴി സാധിക്കും എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ക്ലിയർ? ഇനി ഇത് അപ്സ്കെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ HD ഉണ്ടോ? HD പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്സ്കെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരുപാട് അപ്സ്കെയിൽ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടോ ഇവിടെ പോയിട്ട് നമുക്ക് ഇവിടെ HD പോയി കഴിഞ്ഞാൽ അപ്സ്കെയിൽ ചെയ്യാൻ പറ്റും. ഇത് അപ്സ്കെയിൽ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ക്വാളിറ്റി എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എത്രത്തോളം ഉണ്ടെന്ന്. പിന്നെ അത്രയും ഒരു മിനിറ്റ് കളയണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ ചെയ്യാതിരുന്നത്. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്തു. അപ്പൊ ഡൗൺലോഡ് ചെയ്തപ്പോഴത്തേക്കും 1.7 MB ആണ് വരുന്നത് കേട്ടോ ഒരു ഇമേജ്. ഞാൻ ആ ഇമേജ് ഒന്ന് ഷെയർ ചെയ്യാം, ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ്. അതിന്റെ ക്വാളിറ്റി ഉണ്ടോ? ഇത് AI എടുത്താന്ന് ആരെങ്കിലും പറയൂ? കണ്ടോ? ഇതിനകത്ത് എവിടെയെങ്കിലും വാട്ടർമാർക്കോ എന്തെങ്കിലും ഉണ്ടോ? ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഹാൻഡ് സ്കെച്ച്, നമ്മുടെ സ്കെച്ച് ഏതായിരുന്നു കൂടെ കാണിച്ചു തരാം. നമ്മുടെ സ്കെച്ച് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു നമ്മുടെ സ്കെച്ച്. ഇതായിരുന്നു നമ്മൾ കൊടുത്ത സ്കെച്ച് അല്ലെ? ഈ സ്കെച്ച് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതാണോ ആ സ്കെച്ചിനെ നമ്മൾ നമ്മുടെ ഈ രീതിയിൽ കൊടുക്കുമ്പോഴാണോ ക്ലയന്റിന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക? ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ക്ലിയർ? ഇത് റെക്കോർഡിംഗ്, ഇത് ലൈവ് ക്ലാസ് ആണ്. ഈ സാധനത്തിന്റെ ഒക്കെ റെക്കോർഡർ വെർഷൻ നിങ്ങൾക്ക് ആ ക്ലാസ് നോട്ടിനകത്ത് ഉണ്ടാവും കേട്ടോ. യെസ്, ക്ലിയർ? ക്ലിയർ? അപ്പൊ ഈ രീതിയിലേക്ക് നമുക്ക് റെൻഡർ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അത് വളരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനായിപ്പോ ഞാൻ എടുത്തതിനാകെ എത്ര സമയം എടുത്തായിരുന്നു മൊത്തം കൂടെ ചെയ്യാനായിട്ട്? ഒരു 10 മിനിറ്റ്. അതിൽ കൂടുതൽ എടുത്തായിരുന്നോ? ഇല്ലല്ലോ. യെസ്, 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് എത്താൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞ അർത്ഥം. ഇപ്പൊ നമ്മൾ ചെയ്തില്ലേ, ഇത് തന്നെയാണ് ഇന്റീരിയറിൽ ചെയ്താലും എക്സ്റ്റീരിയറിൽ ചെയ്താലും. ഇന്റീരിയറിലെ ഏത് മുറി ചെയ്ത് കഴിഞ്ഞാലും ഇത് തന്നെയാണ്. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത നമുക്ക് ഹാൻഡ് സ്കെച്ച് ഓഫ് കിച്ചൺ ഡ്രോയിങ് ആണ് നമ്മൾ എഴുതിയത്. അടുത്ത് നമുക്ക് എക്സ്റ്റീരിയറിൽ നോക്കിയാലോ? അതേ ലിവിംഗും ഡൈനിങ്ങും നോക്കണോ? ലിവിംഗും ഡൈനിങ് ഇത്രയേ ഉള്ളൂ. ഇതേ സാധനം തന്നെ നമ്മൾ ലിവിംഗും ഡൈനിങ്ങും ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. എക്സ്റ്റീരിയറിലേക്ക് പോയാലോ? എന്ത് പറയുന്നു? എക്സ്റ്റീരിയർ ഡ്രോയിങ്. എക്സ്റ്റീരിയർ ഡ്രോയിങ്ങിന്റെ അകത്ത് നമുക്ക് ഏതൊക്കെ എടുക്കാം? ഇവിടെ 1, 2, 3, 4, 5. ഇതിലേത് വേണം? ബെഡ്റൂം ഇത് കഴിയുമ്പോഴത്തേക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ബെഡ്റൂം കൂടെ എടുക്കാം കേട്ടോ മിസ്റ്റർ ഷിബിൻ. 1, 2, 3, 4, 5. 4, 4. നിങ്ങൾ ഹോസ്റ്റ് ചെയ്യാതെ നിങ്ങൾ
എവരിവൺ ചെയ്തു കേട്ടോ. നിങ്ങൾ ഇവിടെ ഇപ്പൊ അങ്ങനെ ആരാന്നും ഒന്നും അറിയില്ല, പേര് മാത്രമേ അറിയാവുള്ളൂ, വേറെ ഒന്നും അറിയത്തില്ല ആൾക്കാർ. ഓക്കെ, 4 ഇത് യൂട്യൂബ് വീഡിയോ തോന്നുന്നു അല്ലേ. അത് നമുക്ക് എടുത്തു നോക്കാം. നമ്മൾ സേവ് ചെയ്തു. എക്സ്റ്റീരിയർ. ഓക്കെ, നമ്മൾ എടുത്ത് നേരെ നമ്മൾ ക്യാനിൽ പോയി. ഓക്കെ, ക്യാനോ പോലെ റെൻഡർ ആകുന്നില്ല, നെറ്റ് സ്ലോ ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഇത് ഇവിടെ കൊടുത്തു. ഇത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ? അതിലും കുഴപ്പമില്ല, ഇത് വെച്ച് നമുക്ക് ചെയ്യാം. ഡൗൺലോഡ് PNG കറണ്ട് പേജ്. ഓക്കെ, ഇതിപ്പോ ഞാൻ ഇത്ര ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാനിപ്പോ ഇത്ര ചെയ്ത് മനസ്സിലായല്ലോ. ക്ലിയർ ആണോ? ഇത്ര ചെയ്ത് മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. സ്കെച്ച് ടു റെൻഡറിൽ പോവാ. സ്കെച്ച് ടു റെൻഡറിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഇത് ഈ ഒരു ഇമേജ് ഇപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് നമ്മളിത് എക്സ്റ്റീരിയറിലാണ് അല്ലേ? ഇത് എക്സ്റ്റീരിയറിലാണ്. ഇത് നമുക്ക് സൈഡ് ആണോ ഫ്രണ്ട് ആണോ ബാക്ക് ആണോ? ഇത് സൈഡ് ആണോ ഫ്രണ്ട് ആണോ ബാക്ക് ആണോ? ടൈപ്പ് ചെയ്തോ കേട്ടോ. ഇതിലേതാ സെലക്ട് ചെയ്യണ്ടേ? ഇതിലേത് സെലക്ട് ചെയ്യണം പറഞ്ഞോ. എല്ലാവരും ടൈപ്പ് ചെയ്യും. ഇത് സൈഡ് ആണോ ഫ്രണ്ട് ആണോ ബാക്ക് ആണോ? സൈഡ്. ഓക്കെ, അപ്പൊ ഞാൻ സൈഡ് സെലക്ട് ചെയ്തു. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് പല പല വ്യൂ ഉണ്ട്. ഇത് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. കണ്ടോ, അത് നമുക്ക് നമ്മുടെ ഇതാണ് മോഡേൺ, ഇഷ്ടംപോലെ വ്യൂസ് ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ അതേ വ്യൂ വേണമെങ്കിൽ അത് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മോഡേൺ വ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഇത് മോഡേൺ വ്യൂ എടുക്കാം. ഇതിൽ ഏതെങ്കിലും എടുക്കണോ? വേണമെങ്കിൽ എടുക്കണമെങ്കിൽ എടുക്കാം. സാധാരണ നമ്മൾ അത് മോഡേൺ വ്യൂ ആണ് സാറിന് കൊടുക്കാറെന്ന് മാത്രം. ഇപ്പൊ അതേ വ്യൂ ആണെങ്കിൽ കൊടുക്കണമെങ്കിൽ അതേ വ്യൂ തന്നെ കൊടുക്കാൻ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അത് തന്നെ അതേ സ്റ്റൈൽ തന്നെ, ഇതേ സ്റ്റൈൽ തന്നെ ഇമ്പ്രൂവ്മെന്റ് ക്വാളിറ്റി മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കാം. സ്റ്റൈൽ മാറാൻ പാടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കണ്ട ഇത് മാത്രം കൊടുക്കുക. ഇവിടെ കൊടുക്കുക. എന്നിട്ട് നേരെ ഇവിടെ ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്ന് എക്സ്ട്രീം ആക്കി നോക്കാം. അപ്പൊ എന്തോരം വ്യത്യാസം വരും എന്നറിയാം. ഓക്കെ, നമ്മളിവിടെ ജനറേറ്റ് ഡിസൈൻ കൊടുക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, ഇതവിടെ റെൻഡർ ആയിക്കോട്ടെ. നമുക്ക് ഇപ്പുറത്തെ നമുക്ക് അടുത്ത നമുക്ക് ഒരു ഗാർഡനിങ്ങിന്റെ കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഷോ ചെയ്ത് നോക്കാം. അല്ല, നമ്മൾ കൊടുത്ത സാധനം 3D മോഡലിംഗ് ഇടുന്നുണ്ട്. ആ പേനയൊക്കെ വന്ന് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിന് പോരെ നമുക്ക് ഈ ഒരു സാധനം കൊടുക്കാം. ഇതാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമുക്ക് ഒരു റിയലിസ്റ്റിക് ആയിട്ട് വ്യൂ വരും. കാരണം അവിടെ ഇതെടുക്കാം. ഇതെടുത്തിട്ട് സ്കെച്ച് ടു റെൻഡർ കൊടുത്തു, എക്സ്റ്റീരിയറിൽ കൊടുത്തു, സൈഡ് ഹൗസ് കൊടുത്തു, മോഡേൺ കൊടുത്തു, ജനറേറ്റ് കൊടുത്തു. ഓക്കെ, ഹൗസ് ലാൻഡ്സ്കേപ്പ്. ഓക്കെ, വെരി ഗുഡ്. ഇതിൻ്റെ അകത്ത് ഹാൻഡ്സ് ഏതെങ്കിലും ഇമേജ് ഉണ്ടോ? ആണ്, ഇതാണ് നമ്മൾ കൊടുത്ത ഇമേജ്. ഇത് വന്നാണ്ടോ? ഇത് കണ്ടോ വ്യത്യാസം വന്നാണ്ടോ? ഇത് കാണുന്നുണ്ടോ? നല്ല ക്വാളിറ്റി ഇല്ലേ? നിങ്ങൾ ജസ്റ്റ് പെൻസിൽ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ചുമ്മാ നിങ്ങൾ പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആ വീടിന്റെ എലിവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചുമ്മാ വരച്ചു കൊടുത്താൽ മാത്രം മതി എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. കേട്ടോ, അതിന് ഇതുണ്ടോ അതേ ഡിസൈൻ അത് തന്നെയാണ്. ഓരോ ജില്ല് മാറ്റമില്ല. യെസ്, ക്ലിയർ. ക്ലിയർ ആണോ? ഇതിനിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? 80% കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ഒരു പൂൾ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടില്ല, പക്ഷേ എ കണ്ടു. കണ്ടോ? യെസ്, 80% കൊടുക്കാൻ മേലെ. 100% എയോട് ഞാൻ പറയുന്നില്ല, 80% നമുക്ക് കൊടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, എന്നിട്ട് ഇതിന്റെ അർത്ഥം എന്താ വെച്ചാല് നമ്മൾ എ വെച്ചിട്ട് ഫൈനലൈസേഷൻ ചെയ്യുക എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം. നമ്മളിത് ചെയ്യാനായിട്ട് നമുക്ക് ആകെ 2 മിനിറ്റ് 3 മിനിറ്റ് ആയുള്ളൂ. അപ്പൊ നമ്മൾ ഇതേപോലെ ഹാൻഡ് സ്കെച്ച് കൊടുത്തിട്ട് നിങ്ങളുടെ ഡ്രോയിങ് കൊടുക്കുമ്പോഴത്തേക്കും ക്ലയന്റ് വന്നിട്ട് പറയുവാണ് എനിക്ക് ഇവിടെ ഇത് വേണ്ടായിരുന്നു, എനിക്ക് ഇത് ഇവിടെ വേണ്ടായിരുന്നു, ഇത് വേണ്ടായിരുന്നു, ഇങ്ങനെ വേണ്ടായിരുന്നു പറഞ്ഞാൽ നിങ്ങൾ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങൾ അടുത്ത ഹാൻഡ് സ്കെച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ ഇമേജ് റെൻഡർ ചെയ്യുക, അത് കൊടുക്കുക. ക്ലയന്റിന് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് ക്ലയന്റിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ആ കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കളർ ചേഞ്ചസ് വേണമെങ്കിൽ കളർ ചേഞ്ചസ് വെച്ച് കാണിച്ചു കൊടുത്ത് അത് ഓക്കെ ആക്കിയിട്ട് എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇത് 100%ലേക്ക് നിങ്ങൾക്ക് എത്ര എന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ ഉപയോഗിക്കുന്ന ടൂളുകളോ കാര്യങ്ങളോ ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അവസാനം റെൻഡർ ചെയ്യാം. അപ്പൊ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ മറ്റേന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള നിങ്ങൾ 3D സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ച് റെൻഡർ ചെയ്യാനായിട്ട് ഒത്തിരി സമയം എടുക്കും അല്ലെ. പക്ഷെ ഇവിടെ നമ്മൾ ട്രൈ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ആകെ കുറച്ച് സമയം മതി. ഇവിടെ ട്രൈ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നമ്മൾ അവിടെ നമ്മുടെ ആ ക്ലയന്റ് റിക്വയർമെന്റും കാര്യങ്ങളും മനസ്സിലാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് എന്നിട്ട് അവസാനം അവിടെ പോയിട്ട് ഒറ്റ ലാസ്റ്റ് ഇതിൽ ചെയ്ത് എത്ര സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? നമ്മൾ ഫസ്റ്റിൽ ഇരുന്ന് തൊട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഇരുന്ന് ടൈം എടുത്ത് വേസ്റ്റ് ചെയ്ത് നമ്മൾ റെൻഡർ ചെയ്തതിന് സമയം കൊണ്ട് നമുക്ക് ഇവിടെ നമുക്ക് ചെയ്യാൻ നേരത്ത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ക്ലിയർ? ഞാൻ പറഞ്ഞത് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈം സേവ് ആവും എന്നുള്ളത്. യെസ്, ടൈം സേവ് ആവുമോ? ഓക്കെ, അപ്പൊ ഇനി നിങ്ങളുടെ ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഓക്കെ, മിസ്റ്റർ റഷീദ് PH ചോദിച്ചോ, എന്താണ് അറിയേണ്ടത്? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് പ്ലാൻ അപ്ലൈ ചെയ്ത് കണ്ട് നമുക്ക് ഡിസൈൻ എടുക്കാൻ കഴിയുമോ? അതോ ജസ്റ്റ് എലിവേഷൻ കൊടുത്തിട്ട് ഇപ്പൊ 3D സ്കെച്ചുകളാണല്ലോ മൊത്തം നമ്മൾ അപ്ലോഡ് ചെയ്തത്. 3D സ്കെച്ച് കൊടുക്കാതെ 2D സ്കെച്ച് കൊടുത്തിട്ട് നമുക്ക് 3D ഡിസൈൻ നമുക്ക് ഔട്ട് കിട്ടുമോ? ശരി, അത് വരും. അത് അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് അതിന് വരുന്നുള്ളൂ. ഞാൻ അതിന് അവർക്ക് മെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കൊടുക്കുന്ന 100% എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അതിന്റെ ഒരു 24ാമത്തെ വീഡിയോയുടെ ഡെമോ നിങ്ങൾ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ വീഡിയോസ് കണ്ടിട്ടില്ല. ശരി, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പൊ നമ്മള്
ഇതിനകത്തൊരു ടൂൾ ഉണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ 3D ഫ്ലോർ പ്ലാൻ എന്ന് പറഞ്ഞത്. സ്ക്രീൻ കണ്ടിട്ടില്ല, സ്ക്രീൻ എന്ന് ഇതാണ് നമ്മുടെ ടൂൾ. ഇതാണ് ലാസ്റ്റ് നമ്മുടെ ടൂളാണ് 3D ഫ്ലോർ പ്ലാൻ. ഈ 3D ഫ്ലോർ പ്ലാനകത്ത് നമ്മൾ കൊടുക്കുന്ന ഇതുണ്ട്, ഈ രീതിയിലേക്കാണ് അവർ ഇമേജ് റെൻഡർ ചെയ്ത് വരുന്നത്. ഇതിന് കുഴപ്പമെന്ന് വെച്ചാൽ ഇതുണ്ട്, അത് ഷോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഇട്ട് നോക്കാം. ഇതാണ് നമ്മൾ കൊടുത്ത ഇമേജ്. കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് വന്ന റെൻഡറിങ്ങിന്റെ ഇമേജ് ഉണ്ടോ, അത് എക്സാക്ട് മാച്ച് ആവുന്നില്ല. പക്ഷെ ഇമേജിന്റെ ക്വാളിറ്റി ഒക്കെ നല്ലതാ. ഈ 2D നമുക്ക് 3D ആക്കി മാറ്റാനും അതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ വരും. പക്ഷെ നമ്മുടെ എക്സാക്ട് ഡിസൈനുമായിട്ട് അത് മാച്ച് ആയിട്ടില്ല. അപ്പൊ അത് ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു. ആ മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് അവർ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യുകയാണ്, അത് റെഡിയാക്കി തരാം എന്നാണ് പറഞ്ഞത്. കേട്ടോ, ഇത് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം കൂടെ വരും. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? യെസ്, ചാനലിനോട് പറയാമോ? സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ യെസ്. ഇത് നമ്മൾ ഇതേപോലെ നമ്മൾ 2D ഡ്രോയിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ 2D ഡ്രോയിങ്ങിനനുസരിച്ച് ഇതേപോലത്തെ റിയലിസ്റ്റിക് ആയിട്ടുള്ള 3Dയിലേക്ക് അവർ വരും. അതിനുള്ള ടൂൾ അവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ ഒരു ടൂൾ മാത്രം ഒരു 100%ലേക്ക് അവർ എത്തിയിട്ടില്ല. അതാണ് ഞാൻ ആ ഡെമോ വീഡിയോക്കകത്ത് ഞാനത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവരെനിക്ക് അയച്ചു തന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് ആ ഡെമോ വീഡിയോക്കകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരെനിക്ക് തന്ന എൻ്റെ റിപ്ലൈ. അപ്പൊ ഞാൻ ഇപ്പോൾ ലാസ്റ്റത്തെ മെസ്സേജ് ഞാൻ അയക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ 2D to 3D ഉള്ളത് കൃത്യമാക്കി തരണം എന്നുള്ളത്. അപ്പോൾ അവർ ടെക്നിക്കൽ ടീമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു 1 month ആണ് അവർ പറഞ്ഞത്, ഒരു 1 മാസമെങ്കിലും എടുക്കും അതൊന്ന് ഇതായിട്ട് വരുന്നത്, ട്രയൽ ആൻഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ഇതെല്ലാം നമ്മുടെ ആ 2Dയെ 3D ആക്കുന്ന സാധനങ്ങളാണ്. ക്ലിയർ? ഇത് വരും, ഫ്യൂച്ചറിൽ വരും. അതുകൊണ്ട് ഇതിനകത്ത് ഉണ്ടാവും. ഈ രീതിയിലുള്ള ക്വാളിറ്റിയിലുള്ള ഇമേജ് ആയിരിക്കും വരിക. ഈ ഈ ക്വാളിറ്റിയുള്ള ഇമേജ് കിട്ടിയാൽ പോരെ നിങ്ങൾക്ക്? ക്വാളിറ്റി ഇത് പോരെ? ക്വാളിറ്റി ഓക്കെ അല്ലേ? ക്വാളിറ്റി ഞാൻ പറഞ്ഞ ക്വാളിറ്റി ഓക്കെയാണ്. പക്ഷെ നമ്മുടെ ഡിസൈനും ഈ വരുന്ന സാധനവും മാച്ചിങ് ആയിട്ട് വരണം എന്ന് പറഞ്ഞു. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലേക്ക് നമുക്ക് വരാൻ പറ്റും. വേറെ ആരെങ്കിലും എന്തെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യാം. വേറെ ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. അതായത് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. അതായത് നമ്മൾ ഒരു എലിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ എലിവേഷൻ എന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള എലിവേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് 3Dയിലേക്ക് നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ CAD ഡ്രോയിങ് പ്രകാരമുള്ള ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടെ. നമുക്കിത് പറഞ്ഞ് നോക്കാം. ഇങ്ങനെയല്ലേ ക്ലൈന്റ് കൊടുക്കണേ ചിലപ്പോൾ? ആണോ? ബിൽഡിംഗ് പെർമിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെയല്ലേ കൊടുക്കാറ്? യെസ് യെസ്, ഓക്കെ. നമുക്ക് ഈ ബിൽഡിംഗ് പെർമിഷൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന സാധനത്തെ നമുക്കൊന്ന് 3Dയിലേക്ക് വേണമെങ്കിൽ ആക്കി നോക്കാം. ഈ ഫ്രണ്ട് എലിവേഷൻ വന്ന് ഞാൻ അങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ചെയ്യണത് ഞാനൊരു കോപ്പി പേസ്റ്റ് ചെയ്തു. നിങ്ങൾ എന്താണെങ്കിലും ബിൽഡിംഗ് പെർമിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ഡ്രോയിങ് കൊടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഡ്രോയിങ് ഞാൻ ഇവിടെ എടുക്കുകയാണ് കേട്ടോ. ആ എടുത്ത് ഞാൻ നേരെ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. കാണുന്നുണ്ടല്ലോ അല്ലെ? ആ ഒരു എലിവേഷന്റെ ഡ്രോയിങ് മാത്രം എടുത്തോളൂ. ഓക്കെ, എന്നിട്ട് ഇത് ഞാൻ ഇവിടെ ഷെയർ കൊടുത്തു, ഡൗൺലോഡ് കൊടുത്തു, PNG കൊടുത്തു, കറണ്ട് പേജ് കൊടുത്തു, ഡൗൺലോഡ് കൊടുത്തു. യെസ്, ഇവിടെ കൊടുത്തു. എന്നിട്ട് ഞാൻ നേരെ ഇവിടെ പോയിട്ട് സ്കെച്ച് ടു റെൻഡർ കൊടുത്തു. ഇവിടെ പോയി ഇത് കൊടുത്തു. ഇതിപ്പോ നമ്മൾ എക്സ്റ്റീരിയറിലാണ്. എക്സ്റ്റീരിയറിൽ ഫ്രണ്ട് ഹൗസ് ആണ്. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ മോഡൽ ഇപ്പൊ കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് റെൻഡർ ചെയ്തു. നമ്മൾ ഈ കാഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന അതേ സാധനം തന്നെ നമ്മൾ ഇതിലേക്ക് ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വ്യത്യാസം വരും എന്നാണ് ഇതിന്റെ അർത്ഥം. ഞാനിപ്പോ ചെയ്ത മനസ്സിലായല്ലോ എല്ലാവർക്കും? ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് ഞാനിപ്പോ ചെയ്തത് എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, എന്നിട്ട് ഇവിടെ ഷോ എന്നുള്ള നോക്കിയാൽ HD അപ്സ്കെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് അപ്സ്കെയിൽ ചെയ്യാൻ കേട്ടോ. അതിനകത്ത് കുഴപ്പമില്ല. ഞാനിപ്പോ അതിന് സമയം കളയാനുള്ള നിർത്താം. കണ്ടോ ആ മാറ്റം കണ്ടോ? യെസ്. ആ ചോദിച്ചാരായിരുന്നു? ഇത് ചോദിച്ചാരായിരുന്നു? ചോദിച്ചാൽ ക്ലിയർ ആയോ? ചോദിച്ചാരായിരുന്നു? ഞാൻ മറന്നുവല്ലോ. ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? നമ്മൾ എന്താണെങ്കിലും നമ്മൾ ഈ നിങ്ങൾ ബിൽഡിംഗ് പെർമിഷൻ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി ഡ്രോയിങ് കൊടുക്കും. ആ ഡ്രോയിങ്ങിനെ ജസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഇനി ഇതിനകത്ത് കളർ മാറ്റണമെങ്കിലോ ചേഞ്ചസ് വരുത്തണമെങ്കിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാകെ നമുക്ക് എത്ര സമയം എടുത്ത് ചെയ്യാനായിട്ട്? നമ്മൾ ജെമിനിയിലോ കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഇതുണ്ട്, ഇതേ 100% ആക്യുറസി നമുക്ക് കിട്ടത്തില്ല ജെമിനി പോയി കഴിഞ്ഞാൽ. അതാണ് പ്രശ്നം. പക്ഷെ ഇതിന്റെ അകത്ത് അങ്ങനെയല്ല. നമ്മൾ കൊടുക്കുന്ന സാധനത്തിന്റെ റിയലിസ്റ്റിക് ആയിട്ട് വരുന്ന രീതിയിലേക്ക് ചെയ്യും. അതാണ് ഇതിന്റെ പ്രത്യേകത. യെസ്, ഓക്കെ. വേറെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ?